കണ്ടോണ്ടിരിക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടും സ്വീറ്റുമായിട്ടൊക്കെ തോന്നുന്ന ഒരു സിനിമ. എന്നാൽ മുൻപോട്ട് കണ്ടോണ്ടിരിക്കുമ്പോൾ ചുറ്റുപാടുകളുടെയും കാലത്തിന്റെയും ഒക്കെ ഒരു ഹാർഷ് റിയാലിറ്റി കൂടെ നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 2025 ഷീ ഷിങ് സോയിന്റെ സംവിധാനത്തിൽ വന്ന ഒരു ഡ്രാമ സിനിമയാണ് ലെഫ്റ്റ് ഹാൻഡഡ് ഗേൾ. ഇതൊരു തൈവാനീസ് മൂവിയാണ്. സിംഗിൾ മദറായ ഷൂഫാൻ തന്റെ 2 പെൺമക്കളെയും കൊണ്ട് തൈവാന്റെ ക്യാപിറ്റലായ തേപ്പയിലേക്ക് താമസം മാറ്റി അവിടെ പുതിയ ജീവിതം കെട്ടിപ്പോക്കാൻ ശ്രമിക്കുന്ന കഥയാണ് സിനിമ പറയുന്നത്. തേപ്പയിലെ ഒരു ഫേമസ് സ്പോട്ടാണ് അവിടുത്തെ നൈറ്റ് മാർക്കറ്റ്. അവിടെ നൂഡിൽസ് വിൽക്കുന്ന ഒരു കട ഇട്ടുകൊണ്ടാണ് ഇവർ അവിടെ ജീവിതം ആരംഭിക്കുന്നത്. ടീനേജ് പ്രായത്തിലുള്ള മൂത്ത മകളായ അയ്യാനും അമ്മയും തമ്മിൽ വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ല. എപ്പോഴും തമ്മിൽ സംഘർഷമാണ്. ഇവരെല്ലാം ഇവരുടേതായ ലോകത്ത് ബിസിയായി ജോലി ചെയ്ത് മുന്നോട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി പോകുമ്പോൾ 5 വയസ്സുകാരിയായ ഹൈജിങ്ങും അവളുടെ ലോകത്ത് പാറി പറന്ന് നടക്കുന്നതും നമുക്ക് കാണാം. ഈ ചെറിയ കുട്ടി തന്റെ ലെഫ്റ്റ് ഹാൻഡാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കാനും വരയ്ക്കാനും എഴുതാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഒരു ദിവസം ഈ അമ്മയുടെ വീട്ടിൽ എല്ലാവരും കൂടെ വരുന്ന ദിവസം അവിടുത്തെ ഗ്രാൻഡ് ഫാദർ കാണുകയാണ് ഈ കുട്ടി ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത്. തൈവാനിൽ അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടെന്ന് തോന്നുന്നു ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യരുതെന്നുള്ളത്. പക്ഷെ കാലം മാറി എന്നൊക്കെ പലരും ന്യായീകരിച്ച് അതിൽ തന്നെ വാദിക്കുന്നുണ്ടെങ്കിലും ഇയാൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഈ കുട്ടി ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത് ഡെവിൾ എന്നാണ് അയാൾ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൂപ്പൻ പറയുന്ന ആ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് കുട്ടി വിശ്വസിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഡെവിൾ ആണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വിശ്വാസം ആ കുട്ടീനെ അടിച്ചേൽപ്പിക്കുന്നത്. ഒരു കുഞ്ഞുകുട്ടി അതൊക്കെ എങ്ങനെ ഏറ്റെടുത്തിട്ട് സ്വന്തം കൈയിനെ എങ്ങനെയൊക്കെ വെറുക്കാൻ തുടങ്ങുന്നു, അതിനെ ആ കൈയിനെ പുറലോകം കാണാതെ ഒളിപ്പിച്ച് വെക്കാൻ വരെ തുനിയുന്നതൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ കഴിയും. ദിസ് ഈസ് എ സ്ലൈസ് ഓഫ് ലൈഫ് സിനിമ. അഡൽട്ടായ അമ്മ, ടീനേജുകാരിയായ മൂത്ത മകൾ, ചെറിയ കുട്ടിയായ 2ാമത്തെ മകൾ, 3 പേരും 3 ഏജ് കാറ്റഗറിയിലാണ്. അവരുടെ ചിന്താഗതികൾ, അവരുടെ പ്രാരാബ്ദങ്ങൾ, അവരുടെ ചിന്തകൾ, ഹോപ്സ് എല്ലാം ഡിഫറെന്റ് ആണ്. ഇങ്ങനെ 3 പേരെയും സ്പ്ലിറ്റ് ചെയ്ത് ഇവരുടെ ഇങ്ങനെ കഥകൾ റിവോൾവ് ചെയ്താണ് സിനിമ നമുക്ക് മുന്നിൽ മനോഹരമായിട്ട് കഥ പറഞ്ഞു പോകുന്നത്. സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഐഫോണുകളിലാണ്. എന്നിരുന്നാൽ തന്നെ നല്ല രീതിയിലുള്ള റോ ആയിട്ടും ഇമേഴ്സീവ് ആയിട്ടുള്ള സീനുകൾ തന്നെയാണ് നമുക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നൈറ്റ് മാർക്കറ്റ്, തേപ്പയിലെ നൈറ്റ് മാർക്കറ്റ് ഒക്കെ കാണിക്കുന്നത്. ഇറ്റ് ക്യാപ്ചേഴ്സ് ദ അമേസിംഗ് കളേഴ്സ് ആൻഡ് കയോസ് ഓഫ് തേപ്പൈ നൈറ്റ് മാർക്കറ്റ്. 2025 ഓസ്കാർ അവാർഡിൽ ബെസ്റ്റ് സിനിമ, ബെസ്റ്റ് ഡയറക്ടർ തുടങ്ങി ധാരാളം അവാർഡുകൾ വാങ്ങിയ സിനിമയാണ് അനോറ. ആ സിനിമയുടെ സംവിധായകനാണ് സീൻ ബേക്കർ. ഈ സിനിമയുടെ ലെഫ്റ്റ് ഹാൻഡഡ് ഗേളിന്റെ കോ റൈറ്ററും കോ പ്രൊഡ്യൂസറും അതിനെല്ലാം പുറമെ ഈ സിനിമയുടെ എഡിറ്ററും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇതിന്റെ ഡയറക്ടറിന്റെയോ ആക്ടേഴ്സിന്റെ പേരിലല്ല, സീൻ ബേക്കറിന്റെ പേരിലാണ് ഈ സിനിമ മറ്റുള്ളവരിലേക്ക് അറിയപ്പെട്ടത്. പല ക്യാരക്ടേഴ്സ് ഡെവലപ്മെന്റിലാണെങ്കിലും സീൻസിലാണെങ്കിലും തന്നെ സീൻ ബേക്കേഴ്സിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ കഴിയും. സിനിമ കണ്ടു കഴിഞ്ഞിട്ടിരുന്ന് ആലോചിക്കുമ്പോൾ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഓരോ ചെറിയ ചെറിയ തീംസുകളാണ് അവർ അവിടെ ഇവിടെയായിട്ട് പറഞ്ഞു പോകുന്നത് മനസ്സിലാക്കാൻ പറ്റും. പോവർട്ടി, ഗ്രീഡ്, സെക്സിസം, സെൻസ്, ഹോപ്പ്ലെസ്നെസ്, റിസെന്റ്മെന്റ്, ഫാമിലി, ലവ്, ലോസ്റ്റ്, ട്രസ്റ്റ്, ഇത്രയും വിവിധ കോംപ്ലക്സ് വിഷയങ്ങൾ തന്നെയാണ് സിനിമ കൈകാര്യം ചെയ്യുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിലൊന്നും ഒരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം എല്ലാത്തിന്റെ അടിസ്ഥാനം ഒരു ഇമോഷനാണ്. നമുക്ക് അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ റിലേറ്റബിൾ ആക്കാൻ സാധിക്കുന്നതുമാണ്. നമുക്ക് കണ്ടിട്ടും കേട്ടിട്ടും പരിചയമൊന്നും ഇല്ലാത്ത കുറെ ആളുകളെയും കഥകളെയും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കൂടിയാണ് സിനിമ. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ അവസാനം ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ മനുഷ്യന്മാരുടെയൊക്കെ ജീവിതം പക്ഷേ ഞാൻ അറിഞ്ഞതിൽ എനിക്ക് തീർച്ചയായും സന്തോഷമുണ്ട്. നല്ലൊരു സിനിമ കാണാനായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ തിരഞ്ഞെടുക്കാവുന്നതാണ്.